ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഏതൊരാളെ സ്റ്റാർട്ടിങ്ങും ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ അതായത് പെറ്റിക്കോട്ട് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു കോട്ടൻ്റെ ഷാളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഒരു 3-3.5 വയസ്സായ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഷിമ്മി, അതായത് പെറ്റിക്കോട്ടാണ് ഞാൻ തയ്ച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് കറക്റ്റ് ചെയ്തിട്ട് അവരാ ഇറക്കും ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇറക്കം വരുന്നത് ഒരു 9-10 ആ ഒരു ഇറക്കത്തിലും വിഡ്ത്ത് വരുന്നത് ഒരു 9.5-10 തന്നെ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ 2 പീസാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് മടക്ക് വരുന്ന ഭാഗം, കട്ട് ചെയ്യാത്ത ഭാഗം നമ്മളുടെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്കാണ് മടക്ക് വശം വരേണ്ടത്. ഇതുപോലെ ആണ് നമ്മൾ അതായത് ഫ്രണ്ടും ബാക്കും നമുക്ക് വേണമല്ലോ. അങ്ങനെ ഇതുപോലെ 2 പീസായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് കണ്ട ഒരു 9.5-10 നമുക്കിതിൻ്റെ നീളം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വിഡ്ത്ത് അത് 10 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര മതി. കാരണം ഒരു 3-3.5 വയസ്സായ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതാണ് നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പറയണത്. ഇനി നമുക്ക് അതിൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് കാണാൻ പറ്റിയില്ല അല്ലേ, സോറി. ഇപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ കഴുത്തിൻ്റെ വട്ടം ആണ് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുന്നത്. 2.25 കഴുത്തിൻ്റെ വട്ടം വരുന്നത്. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ. കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും കഴുത്തിൻ്റെ വട്ടം വരുന്നത് ഒരു 2.25, കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് ഒരു 3. അതായത് ബാക്കും ഫ്രണ്ടും ഞാൻ സെയിം വട്ടക്കഴുത്ത് തന്നെയാണ് ആക്കുന്നത്. പിന്നെ ഷോൾഡർ വരുന്നത് 4.25 ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കൈക്കുഴി വരുന്നത് ഒരു 5 കൈക്കുഴിയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചോക്ക് വെച്ചിട്ട് വരച്ചെടുക്കാം. ഞാൻ ഇത്ര ഇത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ നന്നായി കാണുന്നുണ്ടാവും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും കറക്റ്റ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഉള്ളിൽ കൂടെ ഒരു കർവ് പോലെ വരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഏകദേശം നമുക്ക് ഉള്ളിലിടുന്ന പെറ്റിക്കോട്ടല്ലേ, അത് നമുക്ക് നമ്മുടെ ഒരു ഇതിൽ കണ്ട് ഒന്ന് കർവ് കൊടുത്തിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ അതന്നെ ഞാൻ കഴുത്തിൻ്റെ അവിടെ അങ്ങനെ വളച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെ ഞാൻ വളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ. പിന്നെ ചെസ്റ്റ് വരുന്നത് ഒരു 6.5, ഒരു 6-6.5 ചെസ്റ്റ് വരുന്നതും പിന്നെ ഒരു 1.5 തയ്യൽ തുമ്പുമായിട്ട് ഒരു 7.5 നമ്മളിത് അടയാളപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഒരു 9 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാണല്ലോ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു 7 ഒരു 6 ഇതിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒരു ചെറുതായിട്ടൊരു നേർരേഖ വരക്കാണ്ട് ഒരു ചെറുതായിട്ടൊരു ഷേപ്പിൽ ഇങ്ങനെ കുനിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി അതിൽ കൂടെയാണ് നമ്മളതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ 2ാമത്തെ സ്റ്റിച്ചിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടത്. അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആണ്, ചിലപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കണ്ട് ഇരുന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അത് സ്വാഭാവികമാണ്. ചിലവർക്ക് പെട്ടെന്ന് തലയിൽ കയറും, ചിലവർക്ക് പെട്ടെന്ന് കയറില്ല. അപ്പോൾ അത് വിചാരിച്ച് എങ്ങനെയാണ് ഞാൻ ചോദിക്കുക വീണ്ടും എന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോ. ഇനി നമുക്ക് അടിയത്തെ സ്കേർട്ടിൻ്റെ ഭാഗമാണ് വേണ്ടത്. അപ്പോൾ സ്കേർട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗത്തിനേക്കാൾ ഡബിളായിട്ടാണ് നമ്മൾ സ്കേർട്ട് എടുക്കേണ്ടത്.
അപ്പോൾ ഞാൻ അളവ്, അതായത് ഇറക്കം ഒരു 4-ലും വീതി ഇതിനേക്കാൾ ഡബിളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കഴുത്തടിക്കണം, അതുപോലെ തന്നെ കൈക്കുഴി അടിച്ചെടുക്കണം. അപ്പം നമുക്കിനി അത് തയ്ക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ പൂട്ടി കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അത് പൂട്ടി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും കൈക്കുഴി അടിച്ചെടുത്തിട്ടാണ് നമുക്കുള്ള ബാക്കിയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഷോൾഡർ പൂട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഷോൾഡർ നമ്മൾ പൂട്ടിയിട്ടുണ്ട്, കണ്ട, 2 ഷോൾഡറും നമ്മൾ പൂട്ടിയെടുത്ത്. ഇനിയാണ് നമുക്ക് കഴുത്ത്, അതായത് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് മടക്കി അടിച്ചിട്ട് കൊണ്ടുവരണം. അതായത് ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ഒരു മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ട് ആ ചുറ്റുമായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ ചെറിയ മടക്കാണ്, അത് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കഴുത്ത് അങ്ങനെ അടിച്ചു കൊണ്ടിരുന്നത്. കഴുത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ട, ഇതുപോലെയാണ് കഴുത്ത് അടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കൈക്കുഴിയാണ് നമ്മൾ ഇതേപോലെ തന്നെ കൈക്കുഴിയുടെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കൈക്കുഴി നമ്മൾ ഇതേപോലെ തന്നെ മടക്കി അടിച്ചിട്ട് വരണം. അപ്പോൾ നമ്മളിനി അതും കൂടെ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കഴുത്തിന് നമ്മൾ എങ്ങനെയാണോ അടിച്ചു വെച്ചെങ്കിൽ അതേപോലെ തന്നെ ഈ കൈക്കുഴിയുടെ അവിടുന്ന് ആ കൈക്കുഴിയുടെ അതുവരെ ചെറിയ മടക്കിട്ടിട്ട് വേണം നമ്മൾ അതും അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ കൈക്കുഴിയും 2 ഭാഗവും അടിച്ചെടുക്കാൻ. അപ്പോൾ 2 വശത്തെയും കൈക്കുഴി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത്, കണ്ട. ഇനി നമുക്ക് സ്കേർട്ടാണ് അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കൈക്കുഴി അടിച്ചു, കഴുത്തടിച്ചു, ഷോൾഡർ പൂട്ടി, ആദ്യം ഷോൾഡർ പൂട്ടി പിന്നെ കഴുത്തടിച്ചു, അത് കഴിഞ്ഞിട്ട് കൈക്കുഴി അടിച്ച്. ഇനി നമുക്ക് സ്കേർട്ടാണ് അടിച്ചെടുക്കേണ്ടത്, അതായത് സ്കേർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ തുണി വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തികയാത്ത കാരണം ഞാനവിടെ ഒന്നും കൂടെ ഏച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പം അതിൽ വേണം നമ്മൾ ആ ചുളിവ് നമ്മളതിൽ കൊള്ളിക്കാൻ. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ട, ഇതുപോലെ വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൽ നമ്മൾ ഫുള്ളായിട്ട് ചുളിവിട്ടിട്ട് വരണം. അപ്പോൾ അതിൽ നമ്മൾ ആ 2 വശത്തെ ചുളിവ് നമ്മൾ അതിൽ കൊള്ളിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ചുളിവിട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും സ്കേർട്ട് പോലെ ചുളിവിട്ട് എടുത്തിട്ടുണ്ട്, കണ്ട, ഇതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, 2ൻ്റെയും സൈഡ് പൂട്ടുക. ഇത്രയാണ് പണിയുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ചോദിക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ തുടക്കക്കാർക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഞാനൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ വലിയ ടൈലറിങ് ഒന്നല്ല, എനിക്ക് നിശ്ചയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. പുറത്തേക്ക് നമുക്കൊന്നും കൂടെ എക്സ്പീരിയൻസ് ആയതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ വലിയ ടൈലറിങ് ഒന്നല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ
വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമുക്ക് ഒരുപാട് തിരക്കുണ്ട്, എന്നാലും നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അത് നിത്യം മുടങ്ങാണ്ട് ഓരോ ദിവസം ഓരോ ക്ലാസ്സായിട്ട് നമ്മൾ ഇട്ട് പോണത്. അപ്പോൾ നിങ്ങൾ കാണാൻ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.